സുവർണ കഥകളിലേക്ക് സ്വാഗതം. പ്രകാശ് മാരാഹി എഴുതിയ ധർമ്മസ്ഥല എന്ന കഥയാണ് വായിക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ പൊരുളനുസരിച്ച് ധർമ്മസ്ഥലയുടെ ചരിത്രം ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള ഈ ഭൂപടം നോക്കുക. ഇത് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ രീതി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതിശയം തോന്നാതിരിക്കില്ല. ഏത് ദിശയിൽ നിന്നാണ് ഇതിൻ്റെ അതിരുകൾ തുടങ്ങുന്നതെന്നോ ഏത് കോണിൽ അവ അവസാനിക്കുന്നതെന്നോ ആർക്കും തർക്കമുണ്ടായേക്കാം. ഇതേമാതിരി തന്നെയാണ് എൻ്റെ പക്കലുള്ള മറ്റൊരു ഭൂപടത്തിൻ്റെ രേഖാചിത്രവും. ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിലും വലുപ്പത്തിൻ്റെ കാര്യത്തിലും ആകൃതിയുടെ കാര്യത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്ന് വരില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതു രണ്ടും താരതമ്യം ചെയ്യാൻ പോലും പോരുന്നതല്ല. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റേതു ദേശവുമായി കൂടിച്ചേരുന്നിടത്തുള്ള പർവ്വത പംക്തികൾ ഒഴിച്ച് മറ്റ് രണ്ട് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. ജലത്തിൽ നിന്ന് തനിയെ പൊന്തിവന്നതാണ്. സമുദ്രത്തിൻ്റെ രണ്ട് പ്രവാഹങ്ങൾ പോലും സംഭവിക്കുന്നത് ഈ ഒരു ജലസന്ധിയിലാണ്. ഇതിന് ചുറ്റുമായി രൂപപ്പെട്ട ജലപാതകൾക്കാണെങ്കിൽ അനിയന്ത്രിതവും അപായകരവുമായ വിന്യാസങ്ങളുണ്ട്. ഇത് ആദ്യം ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആത്മാനന്ദൻ എന്ന അവധൂതനാണ്. അദ്ദേഹം ഇപ്പറഞ്ഞ രണ്ടു സമുദ്രങ്ങളിലും കപ്പലോടിച്ചയാളത്രേ. പർവ്വതത്തിൽ നിന്ന് ഒരു കടലിടുക്കു വഴി ആ ജലപ്രവാഹങ്ങളുടെ സാധ്യതകൾ പഠിച്ച് രണ്ടിലൊരു ഭൂഖണ്ഡം വാസയോഗ്യമാക്കി തിരഞ്ഞെടുക്കുകയായിരുന്നു അയാൾ. മറ്റേ ഭൂഖണ്ഡത്തിൽ കാലവർഷക്കെടുതികളും പ്രളയവും ക്ഷാമവും മാറി മാറി വരുന്നതിൻ്റെ പ്രപഞ്ച രഹസ്യവും തിരിച്ചറിഞ്ഞ മറ്റൊരു യാത്രികനില്ല ആത്മാനന്ദനല്ലാതെ. ദൈർഘ്യവും ഏകാന്തതയും പ്രക്ഷോഭവും മൂലം ഭീതി പൂണ്ട് കരയിലടുക്കേണ്ടി വന്ന ലക്ഷ്യവേദിയായ ഒരു പൊതുയാത്രാ സംഘത്തോടൊപ്പമാണ് അയാൾ ആദ്യമായി ഇവിടെ കാലുകുത്തുന്നത്. അയാളുടെ ഈ സാഹസിക കൃത്യത്തിന് പ്രേരകം എന്താണെന്നതിന് തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. അടങ്ങാത്ത ഒരു ജലജിജ്ഞാസയിൽ നിന്നാകാം, അതുമല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എന്തെങ്കിലും ഒരു ജീവിത പ്രതിസന്ധിയിൽ നിന്നാകാം രണ്ടും കൽപ്പിച്ചുള്ള ആ പലായനം. വളരെ കുറച്ച് കൂട്ടാളികളായിരുന്നു ആത്മാനന്ദനോടൊപ്പം ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ അവശേഷിച്ചത്. തുടക്കത്തിൽ 100ഓളം വരുന്ന ഒരാൾക്കൂട്ടമായിരുന്നെങ്കിൽ അവസാനിക്കുമ്പോഴേക്ക് ഏതാണ്ട് 10-11 പേരിൽ ആ സംഘം ചുരുങ്ങി. കായികബലം കുറഞ്ഞവരും കൂടിയവരുമുണ്ട്, അംഗഭംഗം വന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ, രോഗാതുരരും. ദീർഘനാളത്തെ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊന്നും നടത്തിയായിരുന്നില്ല ആ യാത്ര. ആത്മാനന്ദനുമായി ആത്മബന്ധമുള്ളവരുമായിരുന്നില്ല അതിൽ പകുതി പേരും. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായി പല ഭാഗങ്ങളിൽ നിന്ന് കൂട്ടുചേർന്നവരായിരുന്നു അവർ. ചിലർ തെരുവിലെ പൊടിയിൽ നിന്ന്, ചിലർ മണിമന്ദിരങ്ങളിലെ കുത്തഴിഞ്ഞ ധാരാളിത്ത ജീവിതത്തിൽ നിന്ന്, ചിലർ ഇടത്തരം കുടുംബ വ്യവസ്ഥയുടെ നിതാന്ത വേദനയിൽ നിന്ന്. പക്ഷേ ആ ദൗത്യ പൂർത്തീകരണത്തിനുള്ള വഴികാട്ടിയായി അവരെല്ലാം നിയോഗിച്ചത് ആത്മാനന്ദനെ ആയിരുന്നു. മഹത്തായ പലായനം. ഞാൻ അങ്ങനെ തന്നെ ആ യാത്രയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചുരുളുകൾ കാണിച്ചപ്പോൾ മഡഗാസ്കറിൽ നിന്നോ ഫെനീഷ്യയിൽ നിന്നോ എന്നാണ് നിങ്ങൾ ആദ്യമായി എന്നോട് അന്വേഷിച്ചത്. ഇത് വെറും മൃഗചർമ്മം ഊറയ്ക്കിട്ട് ചുണ്ണാമ്പിൽ നീറ്റി വൃത്തിയാക്കി എടുത്തതാണ്. അതിൽ വരഞ്ഞിട്ട ഈ രേഖകൾക്ക് ചരിത്രാതീത കാലങ്ങളുടെ നിറവും മണവും തോന്നിയേക്കും. എങ്കിലും ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കടൽ ചുരുളുകളല്ല എന്നതാണ് സത്യം. ചില കരകൗശല വിദ്യ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പഴക്കം തോന്നിക്കാൻ ഇത് കുഴമണ്ണിൽ കുഴിച്ചിട്ടിരുന്നു എന്നു മാത്രം. പലരുടെയും കൈകളിലൂടെ കൈമറിഞ്ഞ് എനിക്ക് കിട്ടിയ ഈ ചുരുളുകൾക്കേറ്റ തഴമ്പുകളും ഈ ഭൂപടത്തിൽ രാജ്യാന്തര രേഖകൾ പോലെ ഉണങ്ങിയ ചോരപ്പാടുകളും കണ്ടില്ലേ? അതെല്ലാം കഴിഞ്ഞുപോയൊരു യുദ്ധസ്മരണ തന്നെ നൽകുന്നുണ്ട്. ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ അവയൊക്കെയും വെളിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഇത്രമാത്രം ദുരൂഹമായതെന്താണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഇനിയും കുഴിച്ചെടുക്കാനുള്ളതെന്ന് സന്ദേഹിക്കുകയൊന്നും അരുത്. അതിനുള്ള സാധ്യതകളിലൂന്നിയാണ് നാം ഈ കാര്യാലയത്തിൽ ഒത്തുകൂടിയതെന്നു മാത്രം തൽക്കാലം മനസ്സിലാക്കുക. നാളെ നമ്മിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്നോ മരിച്ചുപോകുമെന്നോ ഇന്ന് നമുക്ക് തീർച്ചപ്പെടുത്താനാവില്ലല്ലോ. എങ്കിലും ഏതോ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ കൂട്ടുന്നു.
അതിനിടയിൽ പഴയൊരു ചരിത്രത്തെപ്പറ്റി സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ധർമാധികാരിയായ ആത്മാനന്ദനെപ്പറ്റി പറഞ്ഞു എന്നു മാത്രം. ഈ സ്നാനഘട്ടത്തിലെത്തിയവരിൽ ജീവനുണ്ടെങ്കിൽ നാളെ പ്രഭാതം മുതൽ നമുക്ക് ഈ കഥനം തുടരാം. കണ്ടെടുത്ത പ്രധാനപ്പെട്ട ഒരു മൺചുരുൾ ശാസനയിൽ നിന്നാകട്ടെ, ആത്മാനന്ദന്റെ പിൻഗാമിയായി ഒരു സഞ്ചാരി ധർമ്മസ്ഥലയിൽ ഒരു നാൾ വന്നെത്തി ഞങ്ങളുടെ ക്ഷേത്രഭരണത്തിന്റെ കടിഞ്ഞാൺ കയ്യിലേന്തുമെന്ന് കുറിച്ചു വച്ചിരുന്നു. കാലത്തിന്റെ ഓരോ തിരിച്ചടികളെയും അതിജീവിച്ചുകൊണ്ട് ധർമ്മസ്ഥല ആ നിരന്തര സഞ്ചാരിയെയാണ് ഇക്കാലമത്രയും പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ചിരസ്മരണയ്ക്കുള്ള ശിലാഫലകമാണ് ഭരണകാര്യാലയത്തിന്റെ ദർബാർ ഹാളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ശൗരി പറഞ്ഞു. പുരുഷാരം നിശബ്ദത തുടർന്നു. വെള്ളി നൂലുകൾ വെയിലിൽ ഉരുകിയൊലിച്ചതുപോലെയുള്ള തൻ്റെ ശിരസ് വലം കൈയാൽ മൃദുവായി തലോടിക്കൊണ്ട് പ്രായം പെട്ടെന്നാർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രശ്നചിന്തകനും ഗുരുവുമായ ശൗരി കൽമണ്ഡപത്തിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. നിഗൂഢ ഭാഷയിൽ എഴുതപ്പെട്ട നിരവധി മൃഗചർമ്മ ചുരുളുകൾ ഇവിടെ നിന്ന് പിന്നീട് കണ്ടെടുക്കപ്പെട്ടു. അധിനിവേശികളായ സഞ്ചാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സമുദ്ര സഞ്ചാര പഥങ്ങളും രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന ക്രയവിക്രയ ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള മൂല്യനിർണയങ്ങളുമാണ് അതിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നിഗൂഢ ഭാഷാ വിശാരദനായ ഒരാൾ കുറെ കാലത്തെ ശ്രമഫലമായി അതിൻ്റെ ലിപി വിന്യാസവും അർത്ഥപരികൽപ്പനകളും കണ്ടെത്തിയതായി വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദിവ്യമായ രഹസ്യങ്ങൾ ആരോ ചോർത്തിയിരിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. അവർ ഏതു നിമിഷവും ഇവിടെ എത്തിച്ചേരാം. നമ്മുടെ നിക്ഷേപങ്ങൾ അപഹരിച്ചേക്കാം. തിമിരം കാർന്നു തുടങ്ങിയ കണ്ണുകളിൽ പ്രതിഫലിച്ച ഉൾഭീതി ഞങ്ങളുടെ ഞരമ്പുകളിലേക്കും പകർന്നുകൊണ്ട് ശൗരി വെളിപ്പെടുത്തി. ഏതു ദിക്കിൽ നിന്നാണെന്ന് വ്യക്തമല്ല. അഷ്ടദിക്കുകളിൽ നിന്ന് ഏതിൽ നിന്നുമാകാം ആ അന്വേഷകന്റെ വരവ്. ശൗരി പറഞ്ഞു. തൻ്റെ വളർന്നുമുറ്റിയ തലമുടിയിലും താടിരോമങ്ങളിലും ഒഴിച്ചിൽ തുടർന്നുകൊണ്ട് പിന്നീട് അയാൾ ഞങ്ങളെ നോക്കി ശിരസ്സു കുനിച്ചു. സംവത്സരങ്ങൾ കഴിഞ്ഞുണർന്നതുപോലെ പുരുഷാരം ശൗരിയുടെ വാക്കുകൾക്ക് അപ്പോൾ ആരവം മുഴക്കി. അനാദിയായ സമുദ്രത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഒരു ദ്വീപ്, അതുമല്ലെങ്കിൽ ഒരു ചിപ്പിക്കുള്ളിൽ നിന്നും കടൽപ്പരപ്പിലേക്ക് ഊർന്നു വീണ ഒരു കറുത്ത മുത്ത്. അതു തേടി സഞ്ചാരി വരിക തന്നെ ചെയ്യും. 7 കടലും 700 പർവ്വതങ്ങളും കടന്നാകാം തുറമുഖങ്ങളുടെ കവാടങ്ങൾ അവനുവേണ്ടി തുറന്നിടുക. അവന്റെ യാനപാത്രത്തിന് ചുങ്കം പിരിക്കേണ്ടതില്ലെന്ന് ഓർത്തുകൊള്ളുക. മൃഗചർമ്മത്തിന്റെ നനുത്ത ക്ലാവുമണം ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് ശൗരി കുറേ നേരം ധ്യാനസ്ഥനായി. അയാളുടെ കണ്ണുകൾക്ക് വിശ്രമം ആവശ്യമായിരുന്നു. അതിൽ അമാവാസിയുടെ സാമീപ്യം ദൃഢമായി. ധർമ്മസ്ഥലയിലേക്ക് എത്തിച്ചേർന്നയുടൻ തിരിച്ചു പോകാനുള്ള വ്യഗ്രത 2 കാരണങ്ങൾ കൊണ്ട് അയാൾ ആദ്യം പ്രകടിപ്പിച്ചിരുന്നു. ഒന്ന് പ്രായാധിക്യം, മറ്റൊന്ന് ആയുസ് അയാളുടെ കണ്ണുകൾക്ക് മുന്നിൽ തൂക്കിയിടുന്ന ആന്ധ്യത്തിന്റെ മങ്ങിയ തിരശീല. ഇതു രണ്ടും മറികടക്കാനുള്ള ത്രാണി സത്യത്തിൽ അയാൾക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും അയാൾ ഞങ്ങളുടെ പ്രവാചകനായി രംഗത്തെത്തുകയായിരുന്നു. ഉണ്ടെന്നറിയാത്തതോ എവിടെയാണെന്നറിയാത്തതോ എന്നാൽ സാധ്യമായ മനുഷ്യരൂപങ്ങളിൽ നിന്നൊഴിവാക്കാൻ പറ്റാത്തതോ ആയ ഒരാളെ ഈ ചർമ്മരാശി വ്യതിരിക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വർത്തുള ചാപത്തിലും നിരവധി കോണോടു കോണായും തിരശ്ചീനത്തിലുമായിട്ടാണെങ്കിലും ക്രമത്തിൽ കൃത്യമായൊരു വിശ്വരൂപം ഇതിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നാം കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. അതാരാണ് ഗുരു? അതിനുത്തരം പറയുന്നതിനു പകരം ഞങ്ങളുടെ അന്നദാതാവായ ധർമാധികാരി മുഖമുയർത്തി പുരുഷാരത്തെ നോക്കി. പോക്കുവെയിൽ തട്ടി അയാളുടെ മുഖത്തപ്പോൾ ഒരു ചുവപ്പു രാശി പടർന്നു. അസ്തമയം അടുക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം പൊടുന്നനെ ശൗരി സംസാരം നിർത്തി. വായനാപീഠത്തിനു മുമ്പിൽ ഇതിനകം ഒരാൾ മൺചെരാത് കൊളുത്തിവച്ചു. വിളക്ക് പ്രകാശിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇരുട്ടിന്റെ വക്കിൽ നിന്ന് വെളിച്ചത്തിന്റെ സ്വർണ്ണത്തരികൾ തപ്പിത്തടഞ്ഞു കണ്ടുപിടിച്ചതുപോലെ അയാൾ പെട്ടെന്നെഴുന്നേറ്റ് മൃഗചർമ്മ ചുരുളുകൾ പഴയതുപോലെ ചുരുട്ടിക്കൊണ്ട് മുറിക്കുള്ളിലെ പ്രസന്നമായ ഒരിടത്ത് കൊണ്ടുപോയി വച്ചു. എവിടെയാണ് വെളിച്ചവും ഇരുളും വേർതിരിയുന്നതെന്ന് കൃത്യമായി അയാൾ ഗണിച്ചെടുക്കുന്നത് പോലെ തോന്നിച്ചു. അപ്പോഴും ആ സായാഹ്നത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം ക്രമേണ ഞങ്ങളിലെ ആശങ്കകൾ കൂടിയതല്ലാതെ അതിന് ശമനമൊന്നും കിട്ടിയില്ല. ദിനരാത്രങ്ങൾ പലതു കഴിഞ്ഞതിനു ശേഷം
ആ മുറിയിൽ ഏറെ ആശങ്കകളോടെ അസ്വസ്ഥമായി അയാളെ കണ്ടത് അന്നായിരുന്നു. സൂക്ഷ്മദർശനത്തിനുള്ള കട്ടിച്ചില്ലുകൾ പിടിപ്പിച്ച ഒരു കണ്ണടയുമായി ഒരു സഹായി എത്തിയെങ്കിലും അതയാൾ ധരിക്കാൻ അപ്പോൾ കൂട്ടാക്കിയില്ല. അത്രയും നേരം പുരുഷാരം അയാളുടെ വിധി പ്രസ്താവനകൾക്ക് കാത്തിരുന്നെങ്കിലും വിഫലമായി. അന്തിക്കു കൂടണയുന്ന പക്ഷികൾ, തെരുവിൽ നിന്നു വീടുകളിലേക്ക് മടങ്ങുന്ന കന്നുകാലികളുടെ കുളമ്പൊച്ചകൾ, വഴിവാണിഭക്കാരുടെ തർക്കങ്ങൾ, കുട്ടികളുടെ പരക്കം പാച്ചിലുകളോ അതിൽപ്പെടും. മറ്റൊന്ന് അപകടസൂചകമായി ദേശദ്രോഹികളുടെ കഴുവേറ്റം, ശത്രുക്കളുടെ ആക്രമണം തുടങ്ങിയവ അതിൽപ്പെടും. ഈ രണ്ടു തരത്തിലുമുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അഷ്ടദിക്കിലുമുള്ള ദേശകാവൽക്കാർ ജാഗരൂകരാകേണ്ടതുണ്ട്. അപ്രകാരം തന്നെ സംഭവിച്ചു. കൂറ്റൻ കമാനത്തിനു താഴെയായി നിന്ന സഞ്ചാരിയുടെ അടുത്തു ചെന്ന് ക്ഷേത്രപാതയിലേക്ക് അപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന വിവരം കാവൽക്കാരിൽ ഒരാൾ ചെന്നു പറഞ്ഞു. അയാൾക്കത് സ്വീകാര്യമായി തോന്നിയില്ലെന്ന് ആ പെരുമാറ്റം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അയാൾ ഊക്കോടെ തൻ്റെ കൈപ്പത്തികൾ കൂട്ടിയടിച്ചു, ക്രൗര്യത്തോടെ മുരണ്ടു. അയാളിൽ നിന്ന് ഏതാണ്ട് മൃഗസമാനമായൊരു സീൽക്കാരം ഞങ്ങൾ കേട്ടു. കാവൽക്കാർക്ക് ആകാംക്ഷയേറി. അവർ പരസ്പരം മിഴികൾ കൊണ്ട് കാര്യമെന്തെന്ന് തിരക്കിക്കൊണ്ടിരുന്നു. ഇതിനകം അയാൾക്കു പിന്നാലെ നേരത്തെ കണ്ട ഒരു പറ്റം കുട്ടികൾ വന്നു നിൽപ്പുറപ്പിച്ചിരുന്നു. അപ്പോൾ നാമമാത്രമായേ അവരുള്ളൂ. കുറച്ചു കഴിഞ്ഞ് വലിയൊരു കുട്ടിപ്പട്ടാളമായി മാറുകയും ചെയ്തു. രസഗുളകൾ നിറച്ച ചില്ലുഭരണികളിൽ കൊതിയോടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്തതുപോലെ അവരെല്ലാം വൃത്തികെട്ട വിരലുകൾ വായ്ക്കുള്ളിൽ തിരുകി വൃത്തികെട്ട ശബ്ദത്തിൽ കൂവി വിളിക്കാനും അവരുടെ നേതാവിനെ കരഘോഷം മുഴക്കി പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി. നശിച്ച കുട്ടികൾ, ഒന്നാം കാവൽക്കാരൻ പറഞ്ഞു. ഇവറ്റകളെ കൊണ്ട് നാടു നിറഞ്ഞു. രണ്ടാം കാവൽക്കാരൻ പറഞ്ഞു. ഈയിടെയായി ഇതുങ്ങളുടെ ശല്യം കൂടുന്നുണ്ട്. തെരുവു തുടങ്ങുന്ന കടൽക്കരയിലെ ആദ്യത്തെ ഒരു ഇറച്ചിക്കട ഇവർ കൊള്ളയടിച്ചു. ഒന്നാം കാവൽക്കാരൻ അതിശയോക്തിയോടെ സംഭവം വിവരിച്ചു. അതിഭയങ്കരം തന്നെ. അതുമാത്രമല്ല, രാജാവിനെയും ഭരണകർത്താക്കളെയും വെല്ലുവിളിക്കുന്നതായും വിവരം കിട്ടിയിട്ടുണ്ട്. രണ്ടാം കാവൽക്കാരൻ പരിതപിച്ചു. ഇവറ്റകൾ എവിടെ നിന്ന് വരുന്നുവെന്ന് കണ്ടുപിടിക്കാനാവുന്നില്ല. ഒരുപക്ഷെ കടൽ കൊള്ളക്കാർ തുറമുഖത്ത് ഉപേക്ഷിച്ചു കളയുന്ന അവരുടെ തന്നെ ജാരസന്തതികളാവാം. സഞ്ചാരി കാവൽക്കാരുടെ വർത്തമാനം മുഴുവൻ കേട്ടു. അയാൾ കുട്ടികളെ തിരിഞ്ഞു നോക്കി. വിശപ്പ് കൊണ്ട് അവരുടെ വയറൊട്ടിയും മുഖം കരുവാളിച്ചുമിരുന്നു. കൊള്ളിയാൻ മിന്നിപ്പൊലിഞ്ഞതുപോലെ ഒരു പിടച്ചിൽ അയാൾക്കുള്ളിലുണ്ടായി. അയാൾ കുട്ടികൾക്കു നേരെ കൈനീട്ടി. മടിച്ചാണെങ്കിലും ചിലർ അയാളുടെ കൈ വന്നു തൊട്ടുനോക്കി. അതിനു നല്ല ചൂടുള്ളതുപോലെ അവർ കൈ പെട്ടെന്ന് പിൻവലിച്ചു. പൊള്ളുന്ന വിരലുകൾ കൊണ്ട് അയാൾ ചിലരുടെ വരണ്ട ചുണ്ട് തടവിക്കൊടുക്കുകയും കുടിനീരെടുത്ത് അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് അയാൾ തോളിൽ തൂക്കിയിരുന്ന വലിയ ഭാണ്ഡക്കെട്ടഴിച്ച് കുറേ വസ്തുക്കൾ നിരത്തോരത്ത് കുടഞ്ഞിട്ടു. വിചിത്രമായ കരകൗശല വസ്തുക്കളും ഉണങ്ങിയ പലതരം പഴവർഗ്ഗങ്ങളും അക്കൂട്ടത്തിലുണ്ട്. അവയിൽ നിന്ന് പഴങ്ങൾ തിരഞ്ഞെടുത്ത് അയാൾ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. ആ കുട്ടികൾ ആർത്തിപ്പണ്ടാരങ്ങളെ പോലെ തിരക്കുകൂട്ടിക്കൊണ്ട് അയാളെ പൊതിഞ്ഞു. അനുനിമിഷം കുട്ടികളുടെ എണ്ണം പെരുകി. അഴുകിയ ഓടയിൽ നിന്നിരച്ചെത്തിയ ഈച്ചകളെപ്പോലെ അവരുടെ ഇരമ്പം അവിടമാകെ പ്രതിധ്വനിച്ചു. ആകാശമിരുണ്ടു. വെയിൽ വെട്ടിത്തിളങ്ങിയിരുന്ന ഭൂമിക്കു മീതെ ദുസ്സൂചകമായി എന്തിൻ്റെയൊക്കെയോ നിഴൽ പരന്നു. അപ്രതീക്ഷിതമായി മിന്നൽ പിണരുകൾ വെള്ളിവാളിളക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആകാശത്തെ വെട്ടിപ്പിളർന്നു. കണ്ണു തുറുപ്പിച്ചു നിന്നിരുന്ന കാവൽക്കാരുടെ ഭീഷണമായ താക്കീതുകളെ തട്ടിമാറ്റിക്കൊണ്ട് സഞ്ചാരി കമാനം കടന്നു രാജവീതിയിലേക്കു കയറി. അയാളുടെ കാൽപ്പെരുമാറ്റം പടക്കുതിരകളുടെ കുളമ്പടി ശബ്ദം പോലെ മുഴക്കമുള്ളതായിരുന്നു. കാവൽക്കാർ ഏതാണ്ട് മൺപ്രതിമകളായി അനക്കമറ്റു നിന്നുപോയി. അരയിലും ചുമലിലുമായി തോൽപ്പട്ടകളിൽ ചുറ്റിയിരുന്ന ആയുധങ്ങളൊന്നും അവരുടെ ബലിഷ്ഠ കരങ്ങളെ പ്രകോപിപ്പിച്ചതേയില്ല. കൈ ഉയർത്തി അയാൾ കുട്ടികൾക്കൊരു സൂചന കൊടുത്തതോടുകൂടി കാവൽക്കാരെയും മറികടന്ന് കുട്ടികളുടെ കൂട്ടം സഞ്ചാരിയെ അനുഗമിച്ചുകൊണ്ട് നഗരവീഥിയിലേക്ക് മുന്നേറി. കുട്ടികളുടെ കൂവിയാർക്കൽ കേട്ടാണ് ശൗരി ഉണർന്നത്. അയാൾ അനുചരനുമൊത്ത് മന്ദിരത്തിന്റെ മട്ടുപ്പാവിൽ വന്നു നിന്നപ്പോഴാണ് സംരക്ഷകരായ ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഉണർന്നത്.
അപ്പോഴേക്കും നേരം വെള്ളി വെളിച്ചത്തിന്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. കൃത്യനിർവഹണം മറന്ന് എന്തൊരുറക്കമായിരുന്നുവെന്ന് ഞങ്ങൾ തമ്മാമിൽ പരിതപിച്ചു. തലേന്ന് വൈകുവോളം നടന്ന മധുരോത്സവം ഞങ്ങളെ അത്രമാത്രം കടുത്ത ഉന്മാദത്തിലെത്തിച്ചിരുന്നു. ഗുരുവിന്റെ ഉച്ചത്തിലുള്ള സംസാരം മുകളിൽ നിന്നു കേട്ടു. അദ്ദേഹം ക്ഷോഭിച്ചിരിക്കുമോ, അതല്ല ചുറ്റുമുയരുന്ന അനവസരത്തിലുള്ള ആരവം ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ കാരണം തിരക്കി വന്നതായിരിക്കുമോ എന്ന് സംശയിച്ചു. പിന്നീട് ഞങ്ങൾ പിടഞ്ഞെണീറ്റ് ഗുരുവിൻ്റെ അകക്കണ്ണിൽ പോലും അകപ്പെടാതെ ആഗതന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ ഒന്നാകെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഇതിനകം ധർമാധികാരിയായ ഗുരുവിനെ അയാൾ ഇരുകൈകളും പിന്നിലേക്ക് ചേർത്തണച്ച് ബന്ധനസ്ഥനാക്കിയിരുന്നു. ഒരു ദീർഘയാത്ര കഴിഞ്ഞെന്നോണം പരിക്ഷീണനായി കാണപ്പെട്ട സഞ്ചാരിയെയും അയാൾക്കു പിറകിലായി ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് മുളച്ചു പൊന്തിയ കുമിളകൾ പോലെ ഒരു പറ്റം കുട്ടികളെയും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് അപ്പോഴാണ്. അയാൾക്കു പിന്നിലായി ഒരു അനുയായി വൃന്ദം പോലെയായിരുന്നു അവർ. കീറിപ്പറഞ്ഞതോ രക്തക്കറ പുരണ്ടതോ ആയ വേഷങ്ങൾ ധരിച്ച ബാലികമാരായിരുന്നു അവരെല്ലാമെന്ന അമ്പരപ്പിക്കുന്ന രഹസ്യം കൂടി ഞങ്ങൾ അപ്പോൾ അറിഞ്ഞു. അവർ അകത്തളങ്ങളിലെല്ലാം കൂവിയാർത്ത് ഞങ്ങളുടെ ദൈവങ്ങളെ പേടിപ്പിക്കാൻ നോക്കി. അവർ മച്ചകങ്ങളിലും ആഴമേറിയ രഹസ്യ അറകളിലുമിരുന്ന് വാവിട്ടു കരയുന്നത് ഞങ്ങൾ കേട്ടു. ബാലികമാർ തീറ്റപ്പണ്ടങ്ങളുടെ പൊട്ടുപൊടികളും തകർന്നുപോയ കളിപ്പാട്ടങ്ങളുടെ അവശേഷിപ്പുകളും ഞങ്ങൾക്കു നേരെ വലിച്ചെറിഞ്ഞ് ധർമ്മസ്ഥലയുടെ ചരിത്രത്തെ തന്നെ ചവിട്ടിമെതിച്ച് അലങ്കോലമാക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഗുരുവിനു നേരെ ചൂണ്ടുവിരൽ നീട്ടി സഞ്ചാരി അലറി, ബാലികമാരെ, ഇതാണ് ധർമ്മസ്ഥലയുടെ പഴയ കാര്യകർത്താവ്, ഇപ്പോഴത്തെ ധർമാധികാരി, പുതിയൊരു രക്ഷകനെ കാത്തിരിക്കുന്നവൻ. ഇവരാൽ കൊല്ലപ്പെടുകയോ കൊന്നു തിന്നപ്പെടുകയോ ചെയ്യേണ്ടുന്ന ജന്മങ്ങളാണ് നമ്മളുടേതെന്നാണ് ഇവർ വ്യാജമായി സൃഷ്ടിച്ച തത്വസംഹിതകളുമായി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്ന് മോചനം കാക്ഷിക്കാൻ നമുക്കെന്തവകാശം എന്നാണ് ഇവർ ചോദിക്കുന്നത്. ചോരയിറ്റ് തുടങ്ങിയ ശിരസോടെ ഗുരു ഞെട്ടിത്തരിച്ച് ഞങ്ങളെയെല്ലാം അതിദാരുണം ഉറ്റുനോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ ആ നശിച്ച ആക്രമണത്തിന്റെ ആഴവും പരപ്പും ഗുരു മനക്കണ്ണിൽ കണ്ടതിലും ഭീകരമാണെന്ന് വരുമോ? ഗന്ധം കൊണ്ടും സ്പർശം കൊണ്ടും വരും വരായികകളെ മുന്നേ തിരിച്ചറിയുന്ന ഗുരു ഈ ചടുല നീക്കം അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ആകുലതകൾ പെരുകിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അകത്തളവാതിലുകൾ ഒന്നൊന്നായി കൊട്ടിയടയ്ക്കുന്നതിൻ്റെയും ആരൊക്കെയോ കൂട്ടത്തോടെ ഞങ്ങൾക്കു നേരെ ഓടി അടുക്കുന്നതിൻ്റെയും ഒച്ച പൊങ്ങി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.